ജൂലൈ 24-ാം തീയതി വ്യാഴാഴ്ച നടത്തപ്പെടുക. മുൻകൊല്ലങ്ങളെ പോലെ തന്നെ ഈ വർഷവും ഉദ്ദേശം 4 ലക്ഷം ആൾക്കാരെങ്കിലും ഈ തർപ്പണത്തിന് എത്തിച്ചേരുമെന്നാണ് ദേവസ്വം ഭരണസമിതി വിശ്വസിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ശ്രീ പരശുരാമൻ പ്രതിഷ്ഠിച്ച, അതായത് പരശുരാമൻ ബലിതർപ്പണം നടത്തി ആ ബലിതർപ്പണത്തിന് വേണ്ടി വിഷ്ണു ചൈതന്യത്തിലുള്ള ഒരു വിഗ്രഹം ഈ കടൽത്തീരത്ത് സ്ഥാപിച്ചിട്ട് ആ തീരത്ത് സ്നാനം ചെയ്ത് കുളത്തിൽ വന്ന് കുളിച്ച് പൂജാദികളെല്ലാം നടത്തി ഇവിടെ നിന്ന് സ്വന്തം മാതാവിനെയും ക്ഷത്രിയരെയും കൊന്നൊടുക്കിയതിൻ്റെ പാപി പരിഹാരം തീർത്ത് മടങ്ങിപ്പോയിട്ടുള്ളതാണ് ഐതിഹ്യം. ആ ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ തൃക്കുന്നപ്പുഴയിൽ, അതായത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് തൃക്കുന്നപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രം എടപ്പള്ളി എളങ്ങള്ളൂർ സ്വരൂപം വക ക്ഷേത്രമാണ്. അത് ഈ ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലായി വന്നപ്പോൾ രാജാക്കന്മാരുടെ ഭൂമികളൊക്കെ നഷ്ടപ്പെട്ട കാലയളവിൽ അയ്യപ്പ സേവാ സംഘത്തിന് നാട്ടുകാരുടെ അപേക്ഷ പ്രകാരം ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ 301 നമ്പർ ശാഖയുടെ നാട്ടുകാരുടെ ഭരണസമിതിയാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നത്. ഇതിൽ എല്ലാ വർഷവും അതിവിപുലമായ സജ്ജീകരണങ്ങൾ ക്ഷേത്രത്തിലും പരിസരത്തിലും കടൽത്തീരത്തും ഈ തർപ്പണം സംബന്ധമായി ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത, നമ്മുടെ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ അപേക്ഷ സമർപ്പിക്കുകയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് യോഗം വിളിക്കുകയും ആ യോഗത്തിൽ കൂട്ടായെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ RDO വിളിച്ചുകൂടുന്ന യോഗത്തിലെടുക്കുന്ന തീരുമാനം അനുസരിച്ച് ദേവസ്വം ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഈ ആചരണം വൻപിച്ച വിജയമാക്കുവാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്താറുണ്ട്. അതിൻ്റെ ഒരു അവലോകന യോഗം ഇന്ന് തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും കാർത്തിപ്പള്ളി താലൂക്ക് തഹസിൽദാരുടെയും നേതൃത്വത്തിൽ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ വെച്ച് കൂടിയുണ്ടായി. കഴിഞ്ഞ 11-ാം തീയതി, ജൂലൈ 11-ാം തീയതി RDO വിളിച്ചുകൂട്ടിയ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കി, ഒരുക്കങ്ങളെല്ലാം എവിടം വരെ എത്തി എന്നുള്ള ഒരു അവലോകന യോഗമാണ് ഇന്ന് നടന്നത്. ആ യോഗത്തിൽ പല പോരായ്മകളും ഉണ്ടായത് ചൂണ്ടിക്കാട്ടുകയും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് തൃക്കുന്നപ്പുഴ, അതായത് കൊല്ലം കോട്ടപ്പുറം ദേശീയപാതയിൽ തൃക്കുന്നപ്പുഴയിലെ പാലം പൊളിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഇതേ യാത്രാ ദുരിതം, ഗതാഗത തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അതെല്ലാം പരിഹരിച്ച് ഇത് വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ കഴിഞ്ഞു. ആ തീരുമാനം തന്നെയാണ് ഈ പ്രാവശ്യവും ഈ യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതും തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. താൽക്കാലികമായിട്ട് ഉള്ള പാലത്തിൽ കൂടി കിഴക്ക് നിന്ന് വരുന്ന കാൽനടക്കാർ താൽക്കാലിക പാലത്തിലൂടെ ബലിതർപ്പണ സ്ഥലത്ത് തീരപ്രദേശത്ത് പോയി തർപ്പണം നടത്തി ക്ഷേത്രത്തിൽ വന്ന് പിതൃപൂജയും തിലകവനവും നടത്തി, ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തി പിതൃപൂജയും തിലകവനവും നടത്തി തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തെ കാണിക്ക വഞ്ചിയുടെ വലതുഭാഗത്തുകൂടി ജങ്കാറിൻ്റെ സമീപത്ത് ചെന്ന് ജങ്കാർ വഴി കിഴക്കോട്ട് പോകേണ്ടതാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു വിശദീകരണം. അതിൻ്റെ കാരണം വളരെയധികം ആൾക്കാർ തിങ്ങി വരുന്ന ഇതായതുകൊണ്ട്, അതായത് KSRTC വിവിധ ഡിപ്പോകളിൽ നിന്ന് കായംകുളം, എടത്തുവ, മാന്നാർ, ചെങ്ങന്നൂർ, ഇതുപോലെ മാവേലിക്കര ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം
വരുന്ന വാഹനങ്ങൾ പുളിക്കി പാലത്തിൻ്റെ കിഴക്ക് വശം ധന്യ ആഡിറ്റോറിയത്തിൻ്റെ അവിടെ വെച്ച് തിരിച്ച് ആൾക്കാരെ ഇറക്കി വിട്ട് തിരിച്ച് ആൾക്കാർ വരുന്നവരെ എടുത്തുകൊണ്ട് മടങ്ങി പോവുകയാണ്. കഴിഞ്ഞ വർഷം പുളിക്കി പാലത്തിൻ്റെ അവിടെ നിന്ന് KSRTCയുടെ സ്പെഷ്യൽ സർവീസ് തൃക്കുന്നപ്പുഴ വരെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് RTO യോഗത്തിൻ്റെ ഒരു നിർദ്ദേശം വെച്ചിരുന്നു. അവർക്ക് കൂടി ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ ഓടിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് RTOയുടെ ഇതിൽ അവർ അന്ന് യോഗത്തിൽ അപേക്ഷിച്ചിരുന്നതാണ്. അതിൻ്റെ തീരുമാനം ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. പിന്നെ അവിടെ നിന്ന് കിഴക്കു നിന്ന് വരുന്ന വാഹനങ്ങൾ 4 വീലറുകൾ പുളിക്കി പാലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കൂടെ വടക്കോട്ട് പോയി കുറച്ച് വടക്കോട്ട് 1 കിലോമീറ്റർ വടക്കോട്ട് ചെല്ലുന്ന പറഞ്ഞാൽ തന്നെ NDPCൻ്റെ ഗ്രൗണ്ടുണ്ട്. ആ NDPC ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് അവിടുന്ന് കാൽനടയായിട്ട് തൃക്കുന്നപ്പുഴ താൽക്കാലിക പാലത്തിൽ കൂടെ പടിഞ്ഞാറോട്ട് പോകേണ്ടതാണ്. തൃക്കുന്നപ്പുഴ കടൽത്തീരത്തേക്ക് വരേണ്ടതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൂടാതെ കിഴക്ക് നിന്നിരുന്ന് വരുന്ന വാഹനങ്ങൾ കരുവാറ്റ NSS ഹൈസ്കൂളിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടി കുമാരകോടി ജംഗ്ഷനിൽ വന്ന് വല്ലന വഴി തൃക്കുന്നപ്പുഴ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വന്ന് ആൾക്കാരെ ഇറക്കി അവിടെ നിന്ന് തിരിച്ച് ആൾക്കാരെ എടുത്ത് മടങ്ങി പോകാവുന്നതുമാണ്. ഈ 2 സംവിധാനമാണ്. ആ ഭാഗങ്ങളിലൊക്കെ ഈ പാർക്കിംഗ് ഏരിയകൾ ഉള്ളിടത്തെല്ലാം പാർക്കിംഗ് ചെയ്തിട്ട് അല്ലാത്ത വാഹനങ്ങളെല്ലാം യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ മടങ്ങി വല്ലന വഴി തന്നെ തിരിച്ചു പോകേണ്ടതാണ്. കുമാരകോടി വഴി തിരിച്ച് കരുവാറ്റ വഴി പോകേണ്ടതാണ്.